കളമശ്ശേരി സീറ്റിൽ മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കും. മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ മകനോ ലീഗ് നേതാവ് മുഹമ്മദ് ഷായോ കളമശ്ശേരിയിൽ മത്സരിക്കാനാണ് സാധ്യത. ഗുരുവായൂർ, പട്ടാമ്പി സീറ്റുകൾ പരസ്പരം കോൺഗ്രസുമായി വച്ചുമാറാനുള്ള നീക്കത്തിൽ കടുത്ത ആശയക്കുഴപ്പം നിലനിൽക്കുകയും ചെയ്യുകയാണ്. അതേസമയം കോങ്ങാട്, പുനലൂർ സീറ്റുകളിൽ മാറ്റമുണ്ടാകുമെന്ന് ഉറപ്പാണ്. 25 പാർട്ടി ചിഹ്നത്തിലും 2 സ്വതന്ത്ര ചിഹ്നത്തിലും മത്സരിക്കാനാണ് ലീഗിന്റെ നീക്കം. അതായത് 27 സീറ്റുകളിൽ ഇത്തവണ ലീഗ് മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. കോൺഗ്രസുമായുള്ള ആദ്യ ചർച്ചകളിൽ ഇക്കാര്യത്തിൽ ധാരണ ഉണ്ടായിക്കഴിഞ്ഞു. എന്താണ് ലീഗിന്റെ രാഷ്ട്രീയ നീക്കം, അതിൻ്റെ ധാരണകൾ നമുക്ക് വിശദമായി പരിശോധിക്കാം. CB അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, കളമശ്ശേരിയിൽ കോൺഗ്രസ് മത്സരിക്കും. മുഹമ്മദ് ഷിയാസ് എന്ന DCC അധ്യക്ഷന് വേണ്ടി ആ സീറ്റ് കോൺഗ്രസ് പിടിക്കുന്നു എന്നതായിരുന്നു ആദ്യം വന്ന പ്രതീതി. പക്ഷേ അത് മാറുന്നു. അവിടെ കളമശ്ശേരിയിൽ ഈ ലീഗ് തന്നെ മത്സരിക്കുന്നു. അത് വിട്ടുകൊടുക്കാൻ ലീഗ് തയ്യാറല്ല. അത് ഒരു ധാരണയായി കഴിഞ്ഞു. അപ്പോൾ കളമശ്ശേരിയിൽ ഒരു കരുത്തനെ കളത്തിലിറക്കേണ്ടി വരും. P രാജീവും ലീഗും തമ്മിലുള്ള പോരാട്ടമായി കളമശ്ശേരി മാറുകയും ചെയ്യും, അല്ലേ? തീർച്ചയായും സജിത്ത്, അങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. നേരത്തെ ഉണ്ടായിരുന്ന സീറ്റ് വെച്ചുമാറ്റ ചർച്ചകളിൽ കളമശ്ശേരി ഉൾപ്പെടുന്നില്ല എന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു. കോങ്ങാടും അതുപോലെ പുനലൂരും മാത്രമായിരിക്കും വെച്ചുമാറുന്നുണ്ടാവുക. കളമശ്ശേരിയിൽ ലീഗ് തന്നെ മത്സരിക്കുമെന്ന് ഇതിനോടകം തന്നെ ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട്. അവിടെ ഇബ്രാഹിം കുഞ്ഞിന്റെ മകനായിരിക്കും ഒരുപക്ഷെ സ്ഥാനാർത്ഥിയാവുക, അതല്ലെങ്കിൽ അഭിഭാഷകനായ മുഹമ്മദ് ഷാ. ഈ 2 പേരുകളാണ് പ്രധാനമായിട്ടും ഉയർന്നു വരുന്നത്. ഇതിൽ തന്നെ ഈ ഒരു മണ്ഡലം നിലനിർത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായത് ഈ ഘട്ടത്തിൽ ആര് എന്ന കാര്യത്തിലാണ് ഇനി ഒരു തീരുമാനമാകാനുള്ളത്. നേരത്തെ ഇബ്രാഹിം കുഞ്ഞിന്റെ മരണവും അതേ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളും ഒക്കെ തന്നെ ലീഗ് വിശകലനം ചെയ്യുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അബ്ദുൽ ഗഫൂർ അദ്ദേഹത്തിന്റെ സാഹചര്യം ഒരുങ്ങുന്നു എന്ന് തന്നെ വേണം കരുതുവാൻ. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ലീഗ് 27 സീറ്റുകളിൽ തന്നെ ഇത്തവണ മത്സരിക്കും എന്നുള്ളതിൽ ഏകദേശം ധാരണയായി എന്നുള്ളതാണ്.